പോലീസുകാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുമ്പോൾ പോലീസുകാർ പറയും നമുക്ക് പണിയൊന്നും ഉണ്ടാവണ്ട, നേരെ അവൾ ഇനി നമുക്കെതിരെ പരാതി നൽകിയാൽ നമ്മൾ സ്ത്രീവിരുദ്ധരാകും, നമുക്കെതിരെ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി വരും, നമ്മൾ എന്തിനീ തൊല്ലയൊക്കെ എടുക്കുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും പോയി ആ പരാതി അങ്ങ് കൊടുക്കുക. രാഹുൽ ഈശ്വർ മെനക്കെട്ട് ജാമ്യം എടുത്തോട്ടെ, കേസിന് ഫൈറ്റ് ചെയ്തോട്ടെ. ഹണി റോസ് വെറുതെ പരാതി കൊടുത്തിട്ട് പോവാന്നൊന്നും കരുതണ്ട. ഈ വ്യാജ പരാതികൾ അവസാനിപ്പിക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഹണി റോസിനോട് ഏറ്റവും ബഹുമാനപുരസരവും സ്നേഹപുരസരവുമാണ് സംസാരിച്ചത്. ഹണി റോസും ബോച്ചയും എല്ലാം പുതിയൊരു അധ്യായം തുടങ്ങട്ടെ, ജീവിതത്തിൽ പോസിറ്റീവായ മാറട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരെ അഭിനന്ദിച്ച് രണ്ടുപേർക്കും പോസിറ്റീവായ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. അപ്പോൾ ഹണി റോസ് വീണ്ടും കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഹണി റോസ് അങ്ങനെ വ്യാജ പരാതി കൊടുത്താലും ഹണി റോസിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന ധാർഷ്ട്യം, അഹങ്കാരം ഉള്ളതുകൊണ്ടല്ലേ ഹണി റോസ് അങ്ങനെ ചെയ്യുന്നത്. ആ അഹങ്കാരത്തിനൊപ്പം നമ്മുടെ കേരള സർക്കാരും ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഇച്ചിരി കൂടും, വീര്യം കൂടും. നമുക്കങ്ങ് ശമിപ്പിക്കാം. ഹണി റോസിനെതിരെ ഞാൻ 10 കോടി രൂപയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഓൾറെഡി എല്ലാം പ്രിപ്പയർഡ് ആയി, എറണാകുളത്ത് നിന്ന് വരുന്നുണ്ട്. അതോടൊപ്പം ക്രിമിനൽ ഡിഫമേഷൻ, എനിക്കെതിരെ ക്രിമിനൽ ഡിഫമേഷൻ ഞാൻ മുമ്പ്